നജ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ്. നജ്മയുടെ പാർട്ടിയുടെ പേരിൽ തന്നെ ഒരു മതനാമമുണ്ട്, മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റായിട്ട് ജയിച്ച ആളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ട് നിന്ന് ഒരു നേതാവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടത്, നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന, വ്രതമെടുക്കുന്ന, ഇസ്ലാമിക ചര്യയിൽ ജീവിക്കുന്ന ഒരാളാണ്, അവർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ഒരാളുടെ മതപരമായ ഐഡൻറ്റിറ്റിയാണ് തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് വരുന്നുണ്ടോ ഈ വർത്തമാനകാലത്ത്? അതൊരു തുടർച്ചയായി പറയേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മൾ മതവും മതേതരത്വവും പറഞ്ഞാണ് തുടങ്ങിയത്. മതവും മതേതരത്വവും 2 വിപരീത ദിശകളിൽ നിൽക്കുന്ന ഐഡിയോളജി അല്ല. മതമുണ്ടാവുകയും മതേതരത്വം പുലർത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതേതരത്വം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ധാർമ്മികത എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഒരു യൂറോപ്യൻ ഒരു വേ ഓഫ് ഈ പറഞ്ഞ സെക്യുലറിസം അല്ല ഇന്ത്യൻ വേ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഗാന്ധിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പം ഇന്ത്യയിൽ നമ്മൾ ഗാന്ധിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയം തന്നെ ഏറ്റവും മനോഹരമായ മതേതരത്വം മുന്നോട്ട് വെച്ചൊരു മനുഷ്യനാണ്. മരിച്ചു വീഴുമ്പോഴും ഹേ റാം എന്ന് ഉച്ചരിച്ചു വീഴുന്ന മതവിശ്വാസിയായ ഗാന്ധിയാണ് ഏറ്റവും നന്നായി മതേതരത്വം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരിടത്തും നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാകുമ്പോഴും മതവിശ്വാസം എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്ത് വെച്ചുകൊണ്ട് ആ കുപ്പായി ഊരി വെച്ച് കയറാനുള്ളതല്ല. നമ്മുടെ ഒരിടവും സ്വാഭാവികമായും നമ്മൾ നിൽക്കുന്ന എല്ലായിടത്തും ആ സ്വത്വം അതിൽ വെളിപ്പെട്ടു വരും. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അധികാര ദുർവിനിയോഗത്തിനായി അത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. അതെനിക്കൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു മതത്തിൻ്റെ പേരുണ്ട്. 2, മതം പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്ന മറ്റൊരാളുണ്ട്. ഇത് രണ്ടാണ്. എൻ്റെ പാർട്ടിയുടെ പേരിൽ മതം ഉണ്ടാവുകയും അധികാര ലബ്ധിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ഈ മതമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം അധികാര വിനിയോഗവും ദുർവിനിയോഗവും 2ആണ്. ഒരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഉള്ളൊരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അവർ അവരുടെ സ്വത്വത്തിൻ്റെ പേരിൽ സംഘടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ചരിത്രം തന്നിട്ടുള്ള പാഠം. അങ്ങനെ അല്ലാതെ അതിഭീകരമായൊരു ജനാധിപത്യ ബോധം കൊണ്ട് ഇന്നേ വരെ അത് സാധ്യമായിട്ടില്ല. സാധ്യമാവുന്നൊരു കാലത്തേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റ് ഇല്ലാതാവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. രണ്ടാമതായിക്കൊണ്ട് ഇയാൾ പിന്നെ മുസ്ലിം 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് വോട്ട് തേടിയ പാർട്ടി ഏതാണ് എന്ന് നമുക്കറിയാമല്ലോ. അതൊരാളുടെ വിജയം നിശ്ചയിക്കാനുള്ള ഒരു ഘടകമാണ് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാവുമ്പോൾ തന്നെ അങ്ങനെയല്ല നമ്മൾ വോട്ട് തേടുന്നത്. ഇദ്ദേഹം ഇന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും എന്നാൽ ഏറ്റവും നന്നായി മതേതരത്വം സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് എന്നതാണ് അയാളുടെ ക്വാളിറ്റി. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അവിടെ